പഴയ കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് താങ്കളുടെ ജീവിതത്തിൽ. ആ കഷ്ടപ്പാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, താങ്കളോട് സ്നേഹം കാട്ടിയ അധ്യാപകരെക്കുറിച്ച് ഓർക്കുമ്പോൾ, ജനങ്ങളുടെ സ്നേഹവായ്പിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ താങ്കൾ ഇമോഷണലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് മാറ്റിവെച്ചാൽ താങ്കൾക്ക് ഒരു രോഷം ഉണ്ടായിട്ടുള്ളത് ഏത് സമയത്താണ്? രോഷം പ്രത്യേകിച്ചും പിന്നെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് അങ്ങനെ സാധാരണ. എനിക്ക് അൺപ്രൊഫഷണൽ സംഭവം എനിക്ക് സഹിക്കത്തില്ല. ഒരാളെന്നോടൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അതെനിക്കൊരു വലിയൊരു അജിറ്റേഷൻ ഉണ്ടാവും. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കേരള സർക്കാരിനോട് വലിയ രോഷം ഉണ്ടാവണം. എന്നെ കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ? ഇല്ല, അത് അവർ ഒരു പേഴ്സണൽ ലെവലിൽ പിന്നെ അധികാരത്തിലിരിക്കുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു സർക്കാരിൻ്റെ കളക്റ്റീവായ ഒരു തീരുമാനമല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ, വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ സുഹൃത്തുക്കളായിരിക്കാം, പക്ഷെ നമ്മുടെ പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സംസാരിക്കുകയും ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പേഴ്സണൽ ലെവലാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊരു കളക്റ്റീവ് എഫേർട്ടിൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഞാൻ അതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ തൊഴിൽ മേഖല മാറ്റി നിർത്തിയാൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രവണത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ജീവിത രീതി, ആ കാര്യത്തിൽ താങ്കൾക്കൊരു രോഷം തോന്നുന്നുണ്ടോ? ഒരുപാട് അസഹിഷ്ണുതയുണ്ട് നമുക്ക്. പിന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സാമൂഹികമായിട്ട് ഒരുപാട് അസഹിഷ്ണുതയുണ്ട്. ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മുടെ ഒരു സമൂഹം. പിന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വയം ഒരു മലയാളിയായിട്ട് ജീവിക്കുന്നതിന് കാരണം നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ, അതായത് ഒരുപാട് മിഡിൽ ഈസ്റ്റിലും മറ്റും മരുഭൂമികളിലും ഏറ്റവും നികൃഷ്ടമായ പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ രാവും പകലും കഷ്ടപ്പെട്ട് രക്തം വെള്ളമാക്കി അവരയക്കുന്ന പണം, അവർ നമുക്ക് നേടിത്തരുന്ന ഒരു ഫോറിൻ കറൻസി, അതുകൊണ്ടുണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഒരു മെച്ചം, അതാണ് നമ്മളെ ഈ ഊറ്റം കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലുള്ള മലയാളികൾക്ക് ഊറ്റം കൊണ്ട് നടക്കാൻ പ്രേരണയായിട്ട് കൊടുക്കുന്ന ഒരു സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് മറന്നുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള മലയാളികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മളുടെ ഒരു ജനറലായിട്ടുള്ള ഫങ്ഷനിങ്. അത് വളരെ മോശമാണ്. അത് തീർത്തും പിന്നെ നമ്മൾ സ്വയം മനസ്സിലാക്കാതെ ഉള്ള നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട്. മലയാളി സമൂഹം താങ്കളെ ഉൾക്കൊണ്ടതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ഈ അവാർഡിൻ്റെയൊക്കെ പേരിൽ താങ്കൾക്ക് വന്ന ഒരു കച്ചവട മൂല്യമുണ്ട്. അത് കുറച്ച് മുതലാക്കാം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഈ മലയാള സിനിമക്കാർക്കുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പഴശ്ശിരാജ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ തന്നെ ഏറ്റവും ഒടുവിലാണ് താങ്കളെ പങ്കെടുപ്പിച്ചത്. അതിനു മുമ്പ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അത് സിനിമ വ്യവസായം തന്നെ അങ്ങനെയാണല്ലോ. ആർക്കാണോ മാർക്കറ്റുള്ളത് അവരെ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു തരത്തിലായിരിക്കാം എന്നെ അപ്രോച്ച്. പക്ഷേ എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പഴശ്ശിരാജയുടെ സൗണ്ട് ഇന്ന രീതിയിൽ ചെയ്യുന്നു പറഞ്ഞ് മനോരമയിലൊരു ഫ്രണ്ട് പേജ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് പിന്നെ കുറേ 10-22 പിന്നെ തിയേറ്ററുകാർ കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തു. അപ്പോൾ അന്ന് ഗോപാലൻ്റെ പ്രവീൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അല്ലപ്പാ നിങ്ങൾ ഇത്ര വലിയ ആളാണ് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായി, 22 പേര് പൈസ കൊണ്ട് തന്നിരിക്കുന്നത് വാർത്ത വന്നതിന് ശേഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് റസൂലിനെ കൊണ്ട് ചെയ്യിക്കണം, കാരണം അത് അത്ര വലിയൊരു സ്കെയിലുള്ള സിനിമയായിരുന്നു എന്ന് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടാകും. ഒരുപക്ഷെ അവരന്ന് അതിനെപ്പറ്റി എൻ്റെ ഒരു കച്ചവട മൂല്യത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പിന്നെ പൊതുവേ ഈ ഒരു ഗ്ലാമറസ് ഇൻഡസ്ട്രിയുടെ ഒരു പൊതു തത്വം അങ്ങനെയാണല്ലോ. ഒരുപക്ഷെ എൻ്റെ മൂല്യം ഒരുപാട് ഉപയോഗിക്കാത്തൊരു വ്യക്തി ഞാനായിരിക്കും. അത് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാത്തൊരു മണ്ടൻ. അത് നമ്മുടെ ഉള്ളിലൊരു ചെറിയൊരു പഴയ മലയാളി ഇപ്പോഴും ഉള്ളത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ താങ്കൾക്ക് മാർക്കറ്റ് ഉള്ളപ്പോൾ പണം ഉണ്ടാക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു മൂല്യത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അതായത് ഞാൻ ഈ ഓസ്കറിനൊക്കെ ശേഷം വളരെയധികം എൻ്റെ പോപ്പുലാരിറ്റി വളരെയധികം നിലനിൽക്കുന്ന സമയത്ത് എന്നെ പല കോർപ്പറേറ്റുകളും ഒന്ന് അപ്രോച്ച് ചെയ്യണ്ടായി. ഒരു ടെലിഫോൺ കമ്പനി, പ്രത്യേകിച്ച് ഒരു വളരെ വലിയൊരു ടെലികോം കമ്പനി ഒന്ന് എന്നോട് അപ്രോച്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. അപ്പം മറ്റു പല ഡീറ്റെയിൽസും ഒരു എൻഡോഴ്സ്മെൻറ്റിനെ പറ്റിയിട്ട് വന്ന സംഭവമാണ്. അങ്ങനെ വന്നപ്പം അവരോട് പറഞ്ഞു, പൊതുവേ റസൂലിനെ പറ്റി ഒരു ആൾക്കാർക്ക് ധാരണയുണ്ട്, റസൂൽ എവിടെ വിളിച്ചാലും പോവും, അതുകൊണ്ട് അങ്ങനെയൊന്നും പോകരുത്, പിന്നെ നമുക്കങ്ങനെ ഒരു ഇൻഅക്സസിബിൾ ആയേ പറ്റുള്ളൂ, അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു. ഒരിക്കൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ റൂമിൽ എന്തൊക്കെയോ തിരയുന്നു, വളരെ വിഷമാവസ്ഥയിൽ അദ്ദേഹം തിരയാണ്. അപ്പം
മഹാദേവ് ഗാന്ധിയുടെ സെക്രട്ടറി വന്നിട്ട് അദ്ദേഹത്തിന് ചോദിച്ചു, മഹാത്മജി അങ്ങ് എന്താ തിരയുന്നതെന്ന് ചോദിച്ചു. അവരെല്ലാവരും കൂടെ തിരയാൻ തുടങ്ങി. തപ്പി അവസാനം ഭയങ്കര സന്തോഷത്തോടെ മഹാത്മജി ഒരു പെൻസിൽ, ഇത്രയുള്ളൊരു ഒരു ചെറിയൊരു പെൻസിൽ ഇതാണ്. അപ്പം മഹാദേവ് ചോദിച്ചു, കാരണം ഇത്രയും ചെറിയൊരു സാധനത്തിന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മജി ഇത്രയും ഇതാക്കിയത്, ഇത് പെൻസിലല്ല ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് 4 വയസ്സുള്ളൊരു കുട്ടി തന്ന പെൻസിലാണ്, എനിക്ക് അവൾക്ക് ഈ പെൻസിൽ കൊണ്ട് തന്നെ മറുപടി എഴുതണം. ഞാൻ അത്തരത്തിൽ മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്കൊരു അവാർഡ് കിട്ടി എന്ന് വെച്ചിട്ട്, എനിക്ക് കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട്, എന്നെ ഒരു സമൂഹത്തിന് ആക്സസബിൾ ആക്കാതെ വെച്ചിട്ടാണ് എൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു കോർപ്പറേറ്റ് സംസ്കാരം എന്നോട് ആവശ്യപ്പെടുന്നെങ്കിൽ, അത്തരത്തിലൊരു സംസ്കാരത്തോട് എനിക്ക് വിലമതിപ്പില്ല. വളരെ കൃത്യമായും സ്പഷ്ടമായും ഞാൻ പറയുന്നു, ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിങ്ങിൽ ഞാൻ എഴുന്നേറ്റ് പോയിണ്ടായി. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളായിരിക്കും, അത് എനിക്ക് വിഷയമല്ല. ഒരുപക്ഷെ ഈ ഒരു മൂല്യമായിരിക്കാം നമ്മുടെ ഒരു പബ്ലിക് ലൈഫിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ഒരു ആശയക്കാരനാണ്. ആ ഒരു മൂല്യം മാത്രമാണോ പബ്ലിക് ലൈഫിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത്? താങ്കൾ തന്നെ ഓസ്കാർ കിട്ടിയപ്പോൾ ശിവരാത്രിയെക്കുറിച്ചും ഓങ്കാരത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് വാചാലനായപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ഒരു ന്യൂനപക്ഷമെങ്കിലും ഇല്ലേ? അതൊരു ന്യൂനപക്ഷമാണ്, അതൊരു ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദമല്ല. അതൊരു ന്യൂനപക്ഷം ആണ് എന്നുള്ളതാണ് നമ്മളെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അവരുടെ ശബ്ദം ഏതെങ്കിലും തരത്തിൽ താങ്കളെ പിന്തിരിപ്പിച്ചോ? തീർച്ചയായിട്ടുമില്ല. വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു മലയാളി എന്ന നിലയ്ക്ക്, അറിവും വിവേകവുമുള്ളൊരു മലയാളി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത്, നല്ല ഒരു മലയാളി, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, നല്ല ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് എന്ന് ചെയ്ത വ്യക്തമായ ധാരണയോടുകൂടി പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ള പ്രവൃത്തികളാണ്. അതിലെനിക്ക് യാതൊരു വിഷമവുമില്ല. അത് എന്നെപ്പോലുള്ള ഒരു വ്യക്തി ചെയ്തില്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആര് ചെയ്യും?